മന്ത്രി ഗണേഷ് കുമാറിൻ്റെ എയർ ഹോൺ നിരോധനം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ എയർ ഹോണുകൾ നിരോധിച്ചിരിക്കുന്നതാണ്. അതായത് നമുക്ക് ഒരു 85 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദങ്ങൾ മനുഷ്യർ സ്ഥിരമായിട്ട് കൊണ്ടുകൊണ്ടിരുന്നാൽ മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. ഇത് 93 ഹെഡ്സ് മുതൽ ഒരു 112 ഹെഡ്സ് വരെയാണ് നമ്മുടെ ഗവൺമെൻറ് ഗതാഗത ചട്ടങ്ങളിൽ പറയുന്ന ഒരു യഥാർത്ഥ ഹോണുകൾക്ക് വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ 129 ഹെഡ്സുകൾക്ക് മുകളിലാണ് നമ്മളുടെ എയർ ഹോണുകളൊക്കെ വരുന്നത്. എയർ ഹോണുകൾ മാത്രമല്ല, പ്രഷർ ഹോണുകളുണ്ട്, മ്യൂസിക് ഹോണുകളുണ്ട്. ഇതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ പറയുന്ന ഹോണുകൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് ശല്യം മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് വന്ന് ഹോൺ അടിക്കുമ്പോൾ അവർ വഴുതി പോകാനുള്ള സംഭവങ്ങളുണ്ട്. പേടിച്ചിട്ട് ഞെട്ടിയിട്ട് സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുത്ത് പോകാനുള്ള തീരുമാനം ഇതുണ്ട്. പലപ്പോഴും ഇത് VIPസുകളെയും തുടങ്ങണം. ശരിക്കും പറഞ്ഞാൽ മുകളിലുള്ള പലപ്പോഴും മുകളിൽ തട്ടിലുള്ളവർ തന്നെ, ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ജില്ലയാണെങ്കിൽ മുകളിലുള്ളവരാണ് ഏറ്റവും മാതൃക കാണിക്കുന്നത്. അവരുടെ മന്ത്രിമാരുടെ ഫോണുകൾ തന്നെ അത് മാറ്റി അഴിക്കണം. അങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുകളിൽ തട്ടിന്ന്, അത് IAS ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് അധികാര വർഗ്ഗങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അത് തുടങ്ങി മാതൃക കാണിച്ചിട്ടാണ് താഴോട്ട് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു വാസ്തവത്തിൽ നമ്മൾ താഴെയെങ്കിലും തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. അത് മാതൃകയാവണം, എല്ലാവരും മാതൃകയാവണം. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഹെഡ്സുകൾക്ക് ഇത്തരം ഹോണുകൾ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ്ലി കാർ വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോൺ നമ്മൾ നോക്കി. UK ചെന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പ്രൊഫസർമാരുടെ വണ്ടിയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അപ്പോൾ എത്രയും കോസ്റ്റ്ലി കാർ ആവുന്ന തോറും ആ ഹോണിൻ്റെ ശക്തി കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ബ്രിട്ടനിലൊക്കെ ഹോൺ അടിക്കത്തുള്ളൂ. വാസ്തവത്തിൽ ഹോൺ അടിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ, അത്യാപത്ത് വരുമ്പോൾ ഒരു വാണിംഗ് ആയിട്ട് കൊടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ അവനോട് എല്ലാ ആൾക്കാരും നോക്കും ഹോൺ അടിക്കുന്ന സമയത്ത്. ഹോൺ അടിക്കുമ്പോൾ ഇത് എവനാടാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ മാത്രമാണ് ഹോൺ ഉപയോഗിക്കുന്നത്. പിന്നെ വളരെ ചുരുക്ക സന്ദർഭമുണ്ട്. ഇവിടെ നമ്മുടെ കേരള സംസ്ഥാനത്തുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഹോൺ ഇങ്ങനെ നിരന്തരം മുഴുകിക്കൊണ്ട്. ഇതിനുള്ള തീരുമാനം എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ പുറകെ വന്ന് ഒരു ലോറിയോ ബസ്സോ ഹോൺ അടിച്ച് കൊച്ചിയിലും കണ്ടുവച്ച്. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഒരു തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമായത്. നമ്മൾ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെയാണ് ഈ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. മുംബൈയിൽ ഇത് എയർ ഹോണുകൾ പിടിച്ചെടുത്ത് ബുൾഡോസർ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ അത് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഇവിടെ എല്ലാ എയർ ഹോണുകൾ ഇങ്ങനെ പിടിച്ചെടുത്ത് ബുൾഡോസർ വെച്ച് നശിപ്പിച്ച് പൊതുജനങ്ങൾക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. നല്ലൊരു തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മേലാൽ വരാൻ പാടില്ല. നമ്മൾ ഒരു തീരുമാനം എടുക്കും, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനെ ഒരു ഇളവൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എയർ ഹോണുകൾ വെച്ചിരിക്കുന്നവരുടെ ഒരു പടമെടുത്ത് ഗതാഗത മന്ത്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടിൽ എന്തെങ്കിലും വാട്സാപ്പിൽ ഇട്ട് കൊടുത്താൽ നമുക്കത് നടപടികൾ എടുക്കാനുള്ള തീരുമാനങ്ങളോട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ തന്നെ പൊതുജനങ്ങളുടെ ഒരു വാച്ച് ഡോഗായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ശരിയത്തുള്ളൂ. അധികാര വർഗ്ഗങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം ഈ ഹോണുകളൊക്കെ അഴിച്ചു മാറ്റി. സാധാരണ ഹോണുകൾ നമ്മളെന്തിനാണ് അധികാരത്തിൻ്റെ സിമ്പൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോണൊക്കെ അടിക്കുന്നത്? മിക്കവാറും വലിയ വലിയ വാഹനങ്ങളിലൊക്കെയാണ് ഇത്തരം ഹോൺ വിളിക്കുന്നത്. സാധാരണക്കാരൊക്കെ വലുതായിട്ടൊന്നും വെക്കാറില്ല. സാധാരണക്കാരുടെ കാറുകളൊന്നുമില്ല. പക്ഷേ വലിയ വലിയ കാറുകൾ വന്ന് നമ്മുടെ പുറകിൽ വന്ന് കർണപടം പൊട്ടിക്കുന്ന രീതിയിൽ ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഹോൺ, അതൊക്കെ ശരിക്കും ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ ആൾക്കാർക്ക് ഒരു സാക്ഷരതാ സംസ്ഥാനമാണ്. ഇതെല്ലാം നമ്മൾ മാറ്റണം. അധികാര വർഗ്ഗങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ഒരിക്കൽ കൂടെ പറയാം. നമ്മളത് മാതൃകയാണ്. ഗണേഷ് കുമാർ സാർ എടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ്. ടിനിറ്റസ് എന്ന് പറഞ്ഞൊരു രോഗമൊക്കെ നമുക്ക് ഒരു 85 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദം സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് കർണപുടങ്ങളിൽ ഇങ്ങനെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുക, അത് മാനസിക രോഗത്തിനൊക്കെ വരെ ഇടവരുന്നു. അതുപോലെ ഒത്തിരി കർണപുടവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. നമ്മുടെ കർണപുടം പൊട്ടിപ്പോകാനുള്ള സാധ്യത 85 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദങ്ങളൊക്കെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ ഫോണുകളൊക്കെ മിനിമത്തിന് ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ അപകടമോ അത്യാപത്തോ വരുമ്പോൾ നമ്മൾക്ക് ഒരു ഹോൺ അടിക്കുന്നവരല്ല വളരെയധികം ഹോൺ അടിച്ചുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനും നിയമവിരുദ്ധമായിട്ട് ഓവർടേക്ക് ചെയ്യാനും ഒക്കെ ഈ ഹോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. ലൈസൻസിൽ ഈ ട്രെയിനിങ്ങുകൾ വളരെ അത്യാവശ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിരോധിച്ചത് വളരെ നല്ലൊരു കാര്യമായി. ബുൾഡോസർ വെച്ച് നശിപ്പിക്കുക, പബ്ലിക് അത് കാണട്ടെ. അത് നമുക്ക് എല്ലാവർക്കും കൂട്ടായി ഇതിനകത്ത് സഹകരിക്കാം.